റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. ഹലോ, ഹായ്, നമസ്കാരം. റേസ് ടു സക്സസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും സ്നേഹസ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇന്ന് നമ്മളോടൊപ്പം റേസ് ടു സക്സസിൽ പതിവ് പോലെ ശ്രീ മഹാദേവൻ പിള്ള സാറാണ് കൂടെയുള്ളത്. ഇന്നത്തെ വിഷയം കുറച്ച് ധൈര്യത്തോടെ ഞാൻ പറയട്ടെ, ഭയം എന്ന വിഷയമാണ്. കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ മൊത്തത്തിൽ പരക്കെ ഒരു സംസാരമുണ്ട്. പക്ഷെ എന്നാലും നമുക്കിന്ന് ഭയത്തെക്കുറിച്ച് സംസാരിക്കാം. ശരിക്കും നമ്മുടെ ലൈഫിൻ്റെ, മനുഷ്യന്മാരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് ഭയം എന്നുള്ളൊരു കാര്യമല്ലേ സാർ? ചരിത്രപരമായി തന്നെ മനുഷ്യന് ഭയം ഉണ്ട്. കാരണം മനുഷ്യൻ ആദ്യകാലത്ത് ജീവിച്ചിരുന്നത്, മനുഷ്യൻ്റെ പ്രായം ഏകദേശം, പരിഷ്കൃത മനുഷ്യൻ്റെ പ്രായം ഒരു 3 ലക്ഷത്തിൽ താഴെ വർഷങ്ങളേ ഉള്ളൂ. അത് രേഖകൾ ഇപ്പോൾ കിട്ടിയ ഫോസിലുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള പരിഷ്കൃത മനുഷ്യൻ 2 ലക്ഷത്തിൽ താഴെ വർഷമേ പഴക്കമുള്ളൂ. അപ്പോൾ ആദ്യകാലത്ത് ഈ മനുഷ്യരൊക്കെ പ്രകൃതിയോട് മല്ലിട്ടുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അവർ ഭയപ്പെട്ടിരുന്ന പ്രകൃതിയാണ്. മൃഗങ്ങളെക്കാൾ കൂടുതൽ പേടി പ്രകൃതിയായിരുന്നു. കാരണം മൃഗങ്ങളെ ഒന്നിൽ ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ മരത്തിൽ കയറി രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ അവയോട് ഫൈറ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രകൃതി ശക്തികളെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. മഴ, വെയിൽ, തീയ്. അപ്പോൾ ആ ഒരു ഭയം ആദ്യകാലത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിനെ ഓരോന്നിനെ, ആദ്യകാലത്ത് മനുഷ്യനുണ്ടായിരുന്ന ദൈവങ്ങളൊക്കെ ഈ പ്രകൃതി ശക്തികളായിരുന്നു. ഇപ്പം എന്തിനധികം നമ്മൾ കുറേ വികസിച്ച് കഴിഞ്ഞിട്ടും ഇപ്പോഴും ജലദേവത, അഗ്നിദേവത, നാഗദേവത, ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ പ്രകൃതി ശക്തികളോടൊരു ഭയത്തിൽ നിന്നുണ്ടായതാണ്. പക്ഷെ ഇപ്പോൾ ആ സിറ്റുവേഷനൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഭയത്തിന് കുറച്ചുകൂടെ വിശാലമായ അർത്ഥമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പുസ്തകം വായിച്ച് ഭയക്കുക, സിനിമ കണ്ട് ഭയക്കുക, ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഭയക്കുക. അപ്പോൾ ഇതിലൊക്കെ ചില കോമൺ എലിമെൻറ്റ്സ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഭയന്ന് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭയന്ന് മരിച്ചവരുമുണ്ട്, ഭയം കൊണ്ട് ഷോക്ക്ഡായിട്ട് മരിക്കുന്നവരുണ്ട്. ഭയത്തിൽ തന്നെ ഒരു വെറൈറ്റി ഭയമാണ് ഫ്രീസിങ് എന്ന് പറയും. 4 തരത്തിലാണ് ഭയത്തിനുള്ള റിയാക്ഷൻ: ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ്, ഫോൺ. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയത്തിനോട് എതിരിടുക, ഭയം ഇല്ലാതാക്കുക, എന്നുവെച്ചാൽ ഭയരഹിതനായിട്ട് ജീവിക്കുക. അതാണ് ഫൈറ്റിംഗ് മെക്കാനിസം. രണ്ടാമത് ഫ്ലൈറ്റ് മെക്കാനിസം. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം വന്നു കഴിഞ്ഞാൽ, ഭയപ്പെടേണ്ട എന്ത് വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഓടി ഒളിക്കുക. മനസ്സിലായല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അവിടെ യക്ഷിയെ കണ്ടു, ഇനി അവിടേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. അതൊരു ഫ്ലൈറ്റ് മെക്കാനിസമാണ്. ഈ ഫ്രീസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണ്. നമ്മൾ ചിലപ്പോൾ ഇതി കർത്തവ്യത മൂടരായി പോകും. ഉദാഹരണത്തിന് നടന്നു പോകുന്ന വഴിയിൽ കാലിലൊരു കയറ് ചുറ്റി, ഇത് പാമ്പാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മതി മരണകാരണം. കാരണം മെഡിക്കൽ സയൻസിൽ ഇതുണ്ട്. നമ്മൾ പാമ്പാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷദംശനമായിട്ട് നമുക്ക് തോന്നും, നമ്മളെ പാമ്പ് കടിച്ചു എന്ന് നമുക്ക് തോന്നും. സത്യത്തിൽ അവിടെ പാമ്പേ ഇല്ല. അപ്പോൾ അത് മതിയാവും ചിലപ്പോൾ മരണകാരണത്തിന്. പിന്നെ 4മത്തെ ഫോൺ മെക്കാനിസം. ഫോൺ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തിബന്ധങ്ങളിൽ വരുന്നത്. നമുക്കൊരാളിനെ പേടിയാണെങ്കിൽ അവരെ നമ്മൾ പുകഴ്ത്തി അവരുടെ ഒരു പിൻഗാമിയാകാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരോട് കൂടുതൽ അടുപ്പം കാണിക്കും. ഇപ്പോൾ ഒരു ആക്രമിക്കാൻ വരുന്ന ഒരു ജന്തുവിനോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കും. അതും ഒരു മെക്കാനിസമാണ്. അപ്പോൾ ഈ ഏത് മെക്കാനിസവും നമ്മൾ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാം. പക്ഷെ ഭയമില്ലാത്ത മനുഷ്യരുണ്ടോ എന്നെനിക്കറിയില്ല. എനിക്ക് ചെറുപ്പകാലത്ത് ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടുമിക്ക കാര്യങ്ങളിലും ഭയമില്ല. അത് ഞാൻ പിന്നീട് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഏതിലൊക്കെ ഭയമുണ്ട്, ഏതിലൊക്കെ ഭയമില്ല എന്ന് പറയും. ശരിക്കും എന്തുകൊണ്ടാണ് ഈ ഭയം ഉണ്ടാകുന്നത്? ഭയം, ഫോബിയ, ഇത് രണ്ടാണെന്ന് ഞാനിങ്ങനെ എവിടെയോ വായിച്ചൊരു ഓർമ്മയുണ്ട്. അതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞുതരൂ സാർ. ഭയം എന്ന് പറഞ്ഞാൽ ഫിയർ. ഫോബിയ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളോടുള്ള ഒരു വിരക്തമായ ഒരു പ്രതികരണം. എന്ന് വെച്ചാൽ അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പോൾ ഒരു പാറ്റയെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞ് ഓടുന്നത് ഒരു ഫോബിയാണ്. മറിച്ച് ഇരുട്ടത്ത് നടന്നു പോകുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടു, നമ്മൾ ബോധം കെട്ട് വീഴുക ആ സമയത്ത്, അത് ഫിയറാണ്. അപ്പോൾ ഫിയറും ഫോബിയയും രണ്ടാണ്. ഫോബിയകൾ പൊതുവെ കുറച്ചുകൂടെ ലൈറ്റർ വേർഷനാണ്. ഫിയർ പോലെ അത്ര ശക്തമല്ല. ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്ത് ഹോർമോൺസ് ഉണ്ടാക്കും. ഫിയർ ഹോർമോൺസിൽ ഏറ്റവും വലുത് അഡ്രിനാലിനാണ്. ഈ ഹോർമോൺസ് അങ്ങോട്ട് വല്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തല കറങ്ങിപ്പോവും, ബോധം കെട്ടുപോവും, വീണു പോവും, ചിലപ്പോൾ സ്ട്രോക്ക് വരാം,
ചിലപ്പോൾ പേടി കൊണ്ട് തന്നെ സ്ട്രോക്ക് വരാം, ചിലപ്പോൾ നമ്മൾ തളർന്നു പോകാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, കോമാ സ്റ്റേജിലേക്ക് പോകാം. ഇതൊക്കെ ഫിയറിൻ്റെ ഇമ്പാക്റ്റാണ്. ഫോബിയ കൊണ്ട് അത്രമാത്രം സംഭവിക്കുന്നില്ല. ഇപ്പോൾ പല ഫോബിയകൾ, പലർക്കും പലതരത്തിലുള്ള ഫോബിയകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പാറ്റയെ കണ്ടാൽ പേടിക്കുന്ന ഫോബിയ ഉണ്ട്, അതുപോലെ സൂഫോബിയ, ചില ജീവികളെ കണ്ടാൽ പേടി വരുന്നുണ്ട്, ചിലർ പാമ്പിനെ കണ്ടാൽ ചിലപ്പോൾ ബോധം കെടും, പിന്നെ അടച്ചിട്ട റൂമിനുള്ള ഫോബിയ ഉണ്ട്, ക്ലോസ്ട്രോഫോബിയ ഉണ്ട്. അടച്ചിട്ടപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ അഹിലയിൽ തന്നെയുള്ള ഒരാളിൻ്റെ അടുക്ക് പറയേണ്ടായി എയറോപ്ലെയിനിൽ കയറാൻ പേടിയാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലോസ്ട്രോഫോബിയാണ്. ഒരു അടച്ചിട്ട സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര, അതുപോലെ ഉയരങ്ങളിലേക്ക് പോകാൻ, ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകാനുള്ള ഫോബിയ ഉണ്ട്, ചില ഭക്ഷണങ്ങളോടുള്ള ഫോബിയ ഉണ്ട്. ഇതൊക്കെ ഫോബിയയുടെ ചില പാർട്ടാണ്. പക്ഷേ ഫോബിയ ഒരിക്കലും ഒരു അൾട്ടിമേറ്റ് ഡേഞ്ചർ അല്ല. എന്ന് മാത്രമല്ല, കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ ഫോബിയെ നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. നമുക്ക് എന്താ ഫോബിയ ഉള്ളതെന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ആ ഫോബിയകളെ നമുക്ക് അകറ്റി നിർത്താൻ കഴിയും. മറിച്ച് ഈ ഫിയർ അങ്ങനെയല്ല. ഫിയർ ഈസ് മോസ്റ്റ്ലി സിറ്റുവേഷണൽ. ഇതിൽ പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, സിറ്റുവേഷനിലുമുണ്ട്, ഹാബിച്വേറ്റഡും ഉണ്ട്. ഉദാഹരണത്തിന് ചെറുപ്പം തൊട്ടേ ഈ പ്രേതകഥകൾ കേട്ട് വളരുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഉള്ളിൽ പ്രേതവിശ്വാസം വരും. തീർന്നു അവർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന കാലത്താണ്, സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്, വീട്ടിൽ പണിക്ക് വരുന്ന കുറേ ആളുകൾ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ഇടതുഭാഗത്തുനിന്ന് നീണ്ടു കിടക്കുന്നൊരു വയലാണ്. ആ വയലിൻ്റെ അപ്പുറം ഇപ്പുറം വീടുകളുണ്ട്. ആ വയലിൻ്റെ ആ വീട് തൊട്ട് ഈ വീട് വരെ വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് ഏതോ ഭൂതപ്രേതം എന്തോ ഒരു നടത്തമുണ്ട്, വെളിച്ചം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കൗതുകം വന്നു. അപ്പോൾ എനിക്കെന്തോ അന്ന് പേടിയുണ്ടായിരുന്നില്ല. എനിക്ക് പേടിയുണ്ടായിരുന്നില്ലെന്ന് പറയാൻ കാരണം ഞാൻ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷനിൽ പ്രതികരിച്ച് എനിക്ക് ആ പേടി അങ്ങ് നഷ്ടപ്പെട്ടു. ഇതൊക്കെ നമ്മൾ പണ്ടേ വിട്ട കേസാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പേടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അച്ഛൻ്റെ കയ്യിൽ വലിയ ടോർച്ച് ഉണ്ടായിരുന്നു, ഒരു 4 ബാറ്ററി ഇടുന്ന ടോർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നെന്തായാലും ഞാൻ ആ പ്രേതത്തെ ഒന്ന് കാണും. അതിനെന്തോ ഒരു പേരൊക്കെ അവർ പറഞ്ഞു, അതിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല, എന്തോ ഒരു പ്രത്യേക പ്രേതം, അതിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 12 മണിയായപ്പോൾ, രാത്രി 12 മണിയായപ്പം, സാധാരണ ഇതിൽ അന്ന് നേരത്തെ ഉറങ്ങുന്നത്, ഇപ്പോഴത്തെ പോലെ അല്ല, നേരത്തെ ഉറങ്ങുന്ന പതിവാണ്. അപ്പോൾ അന്ന് ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ പറഞ്ഞു, ഞാൻ 12 മണിയാകുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങും, നീ അവരാരും പേടിച്ചു പോകണ്ട. ടോർച്ചൊക്കെ അച്ഛൻ്റെ വലിയ ടോർച്ചുള്ളതൊക്കെ വാങ്ങി കൈ വെച്ചിരുന്നു. അപ്പോൾ 12 മണിയായപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് അപ്പോൾ കൃത്യമായിട്ട് 12 മണിയായപ്പോൾ വെളിച്ചം വരുന്നു. അതായത് വയലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളൊരു വീട്ടിൽ നിന്നും കിഴക്ക് ഭാഗത്തുള്ളൊരു വീട്ടിലേക്ക്, അന്ന് വരമ്പാണുള്ളത് വയലിൽ, ഈ വെളിച്ചം പോകുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് അടുത്ത് ചെന്നിട്ട് ഈ ലൈറ്റ്, നല്ല ബീമുള്ള ലൈറ്റാണ്, വലിയ ബാറ്ററി ഇടുന്ന ലൈറ്റാണ്, അതടിച്ചു. ഈ വെളിച്ചം കാണുന്നിടത്തേക്ക് അടിച്ചതും ഈ വെളിച്ചം പുറകോട്ട് ഓടിപ്പോയി. അതെന്ത് വെളിച്ചമായിരുന്നല്ലേ, ആ വെളിച്ചം നമ്മളെ കണ്ട് പയന്നു. അപ്പോൾ ഇതാണ് പല വിശ്വാസങ്ങളുടെ അടിസ്ഥാനം. അപ്പോൾ ഇത് പലപ്പോഴും സംഭവിക്കാം. പക്ഷേ അങ്ങനൊരു വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെറുപ്പം മുതലേ ഈ പ്രേത കഥകളുമൊക്കെ കേട്ട് വളർന്ന ആളുകളാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ബോധം കെട്ട് വീഴും. പലയിടത്തും അത് സംഭവിക്കാറുണ്ട്. പലയിടത്തും മോഷ്ടാക്കൾ ഈ യക്ഷികളുടെയും പ്രേതങ്ങളുടെയൊക്കെ വേഷം കെട്ടിയിട്ടാണ് മോഷണത്തിന് ഇറങ്ങാറ്. അതും ചില പ്രത്യേക ദിവസങ്ങൾ, ചൊവ്വാഴ്ച രാത്രിയിൽ, വെള്ളിയാഴ്ച രാത്രിയിലൊക്കെ ഇതിനവർ തിരഞ്ഞെടുക്കും. എന്നുവെച്ചാൽ ആ സമയത്ത് ആളുകൾ പുറത്തിറങ്ങില്ല, ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഫിയർ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഫിയർ ഇപ്പോൾ ഉദാഹരണത്തിന് അപകടങ്ങളെക്കുറിച്ചുള്ള ഭീതി കൊണ്ട് ഫിയർ ഉണ്ടാവാം. ഏറ്റവും വലിയ ഫിയർ എന്താണെന്നറിയോ, മരണഭയമാണ്. എനിക്കതില്ലായിരുന്നു എന്നേ പറയാൻ പറ്റില്ല. എനിക്ക് ചെറുപ്പകാലത്ത് ഈ മരണഭയം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുറേ അടുത്ത ബന്ധുക്കൾ, അച്ഛൻ്റെ കസിൻ ബ്രദേഴ്സ്, അമ്മയുടെ ബ്രദറൊക്കെ അറൗണ്ട് 44-45 ഇയേഴ്സ് ആയപ്പോൾ മരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സൊക്കെ വായിക്കുമ്പോൾ ഈ മരണത്തിനൊരു ജനറ്റിക് ഫാക്ടർ ഉണ്ടെന്നാണ് മനസ്സിലായത്. അപ്പോൾ ഈ ജീൻ എന്നിലും ഉണ്ടാവുമല്ലോ എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 44-45 വയസ്സ് വരെയൊക്കെ എനിക്ക് മരണഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 50 വയസ്സ് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി. ഇനി അതിൻ്റെ പീരീഡ് പോയി. ഇനി എന്തിനാ അതിനെ ഭയക്കുന്നത്? പിന്നെ വേറൊരു തത്വമുണ്ട് ഈ ഭയത്തെ സംബന്ധിച്ച്. ഭയമില്ലാത്തവനെ ആർക്കും ഭയപ്പെടുത്താൻ കഴിയില്ല. ബേസിക് ഫിലോസഫി ഓഫ് ഫിയർ ആണത്. അപ്പം നമുക്കൊരു കാര്യത്തിൽ ഭയമില്ലെങ്കിൽ നമ്മളെ ഒരാൾക്കും ഭയപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഭയത്തിനെ മറികടക്കാനുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഭയമേ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടോ പലർക്കും അത് കഴിയാറില്ല. ഞാൻ തന്നെ കാണാറുണ്ട്, പലർക്കും ഈ രാത്രിയിലൊന്ന് പുറത്തിറങ്ങാൻ പേടിയാണ്, ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാണ്. അത് മാനുഷികമായ പേടികളല്ല, അമാനുഷികമായ പേടികളാണ്. ഇപ്പോൾ മാനുഷികമായ പേടികൾ ഇപ്പോൾ എനിക്കുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും ക്രൂരമായ മൃഗമെന്ന് പറയുന്ന മനുഷ്യനാണ്.
മറ്റൊരു മൃഗവും നമ്മളെ ആവശ്യമില്ലാതെ ആക്രമിക്കില്ല. ഇപ്പോൾ ആന പോലും ഇപ്പോൾ അടുത്ത് നടക്കുന്ന കൊലപാതകങ്ങളൊക്കെ ശ്രദ്ധിച്ചാലറിയാം, ആന പേടിച്ചോടുമ്പോൾ അതിൻ്റെ വഴിയിൽ നിന്ന് തന്നെയാണ് അത് ചവിട്ടിത്താക്കുന്നത്. അല്ലാതെ ആന ആക്രമിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നതൊക്കെ വളരെ അപൂർവമാണ്, ആന പോലും. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യനെ ആക്രമിക്കും, മനുഷ്യനെ തന്നെ ആക്രമിക്കും. സ്വന്തം സ്പീഷീസിൽപ്പെട്ട ജീവികളെ ആക്രമിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ. മനുഷ്യനെ ഭയക്കുക തന്നെ വേണം. ആ ഭയം എനിക്കുമുണ്ട്. എപ്പോഴും മനുഷ്യനെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം പുറകിൽ നിന്നോ മുന്നിൽ നിന്നോ ഏത് ഭാഗത്തുനിന്നും ആക്രമണം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അല്ലാത്ത രീതിയിൽ ഈ ഭൂതവും പ്രേതവും അതൊക്കെ നമ്മളുണ്ടാക്കുന്ന ചില ഹാലൂസിനേഷനാണ്. ഇപ്പോൾ സൈക്കോളജിയിൽ 3 സ്റ്റേജ് പറയാറുണ്ട്: ഇല്യൂഷൻ, ഡെല്യൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ എന്ന് പറയും. ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ സങ്കല്പമാണ്. ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സങ്കല്പത്തെ നമ്മൾ മനസ്സിലേക്ക് അങ്ങ് ഇരുത്തം ഉറപ്പിക്കുമ്പോഴാണ്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തികട്ടി വരുമ്പോഴാണ്. അപ്പോൾ ഈ ഭൂതപ്രേത വിശാചികളും മറ്റുമൊക്കെ ഈ ഹാലൂസിനേഷൻ എന്ന് വരുന്നതാണ്. അപ്പോൾ പലപ്പോഴും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുള്ളവരുണ്ടെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് അതാണെന്ന് തോന്നും. ഒരനക്കം കാണുമ്പോൾ ഇരുട്ടത്തൊരു ഇല അനങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തോ സംഭവിക്കുന്നു നമ്മൾ ഹാലൂസിനേഷനിലേക്ക് വരും. അതൊരു ഇല്യൂഷൻ തുടങ്ങുന്നതാണ്. ആ ഇല അനങ്ങുന്ന ഒരു ചെറിയ ഇല്യൂഷനാണ് ആദ്യം തോന്നുക, പക്ഷേ ഇതിലേക്ക് വരും. അപ്പോൾ ഭയം എപ്പോഴും നമ്മിലേക്ക് സംക്രമിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിനനുസരിച്ചാണ്. അതിൽ ഉണ്ടാകുന്ന റിയാക്ഷനും നമ്മുടെ മൈൻഡ് സെറ്റിനനുസരിച്ചാണ്. ഏത് തരത്തിലുള്ള ഭയം വന്നാലും നമുക്ക് ശരീരത്തിൽ ഹോർമോൺസ് ഉണ്ടാക്കപ്പെടും. അത് ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഭയം ഇപ്പം നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ ഈ ഗ്ലാൻസിലേക്ക് സഞ്ചരിക്കാനൊക്കെ വളരെ ചെറിയ സമയമേ വേണ്ടൂ. ഇപ്പോൾ യക്ഷിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു വെള്ളം നിറം കണ്ടു കഴിഞ്ഞ് യക്ഷിയാണെന്ന് പറഞ്ഞ് ബോധം കെട്ട് വീഴാൻ ഏതാനും നിമിഷങ്ങൾ മതി. ഒരുപക്ഷെ ഹൃദയത്തിൻ്റെ സ്പന്ദനം കൂടി നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്, കാരണം അങ്ങനെയുള്ള ഭയം വരുമ്പോൾ. അപ്പോൾ ഭീതി അല്ലെങ്കിൽ ഭയം മനുഷ്യനെ സംബന്ധിച്ച് അവനുണ്ടാക്കുന്നതാണ്. ഇതാണ് പ്രത്യേകത, പുറത്താരുണ്ടാക്കുന്നതല്ല. പിന്നെ സാർ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം എനിക്ക് മനസ്സിലേക്ക് വന്നു. സാറിൻ്റെ ആ കഥ പറഞ്ഞില്ലേ, പാടവരമ്പത്ത് കൂടെ പോകുന്ന ആ ഒരു കഥ പറഞ്ഞപ്പോൾ അത് ശരിക്കും നമ്മൾ ഫേസ് ചെയ്തതാണ് ഫിയറിനെ. ഒരു കൂട്ടം ആളുകൾ നമ്മളോട് പറഞ്ഞു വെച്ച ആ ഒരു ഫിയറിനെ ഫേസ് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ ഫിയറിനെ ഫേസ് ചെയ്യുമ്പോൾ ദി എൻഡ് ഓഫ് ദി ഫിയർ ഇസ് സർട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ആരോ പറഞ്ഞൊരു കാര്യം, ഒരു തിയറി തന്നെയാണ്. ദി ബെസ്റ്റ് ടെക്നിക് ടു എൻഡ് ഓഫ് ഫിയർ ഈസ് ടു ഫൈറ്റ് ഇറ്റ്, ടു ഫേസ് ഇറ്റ്. ഞാൻ പറഞ്ഞില്ലേ 4 ടെക്നിക്ക് ഉണ്ടെന്ന്. അതിൽ ആദ്യത്താണ് ടു ഫൈറ്റ് ഇറ്റ്. നമ്മളൊരു ഭീതിയെ നമ്മൾ ഫൈറ്റ് ചെയ്താൽ ആദ്യത്തേത്, ഇപ്പം ഞാൻ പലപ്പോഴും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, പലർക്കും ഒരു പേടിയുണ്ട് പൊതുവേദിയിൽ സംസാരിക്കാൻ. അത് പലർക്കുള്ളൊരു പേടിയാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർടേക്ക് ചെയ്തുകൊണ്ട് കയറി സംസാരിച്ച് കഴിയുമ്പോൾ ആ ഭീതി പിന്നെ എന്നത്തേക്കും ഇല്ലാതായി മാറും, പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയാണ് ചില ഭയങ്ങളെ അതിജീവിക്കാനുള്ള. ഇപ്പോൾ ഇരുട്ടത്തുകൂടി ഒരാളിന് നടക്കാൻ പേടിയുണ്ടെങ്കിൽ, പണ്ടൊക്കെ ഒരു ചടങ്ങുണ്ടായിരുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ, ഈ ആനയുടെ അടി കൂടെ നൂഴുക എന്ന് പറയും. അതിന് ചെറിയ ഫീസൊക്കെ കൊടുക്കണമായിരുന്നു. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പേടി വരില്ല എന്ന് പറയുന്നത്. കുട്ടികളെ അങ്ങനെ ചെയ്യിക്കുമായിരുന്നു. അങ്ങനെ തോന്നിട്ടുണ്ടോ? ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ ചെറുതിലേ തൊട്ടേ പേടി ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ ഇത് ചെയ്തു, പക്ഷെ ഇപ്പോഴും പേടിയുണ്ട്, പേടി മാറിയിട്ടില്ല. ഇതുപോലെ വേറൊരു ടെക്നിക്കുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഇവിടെ പാലക്കാട് തന്നെ വളരെ പ്രശസ്തമായ ഒരു കോളേജ് നടത്തുന്ന, അദ്ദേഹത്തിൻ്റെ വകയായിട്ടൊരു കോളേജൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു പ്രോഗ്രാം നടത്തുമായിരുന്നു, ഇങ്ങനെ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ. അതിലെ ഒരിനം തീയിൽ കൂടി നടത്തുകയാണ്, കനലിൽ കൂടി നടത്തുക, ഫയർ വാക്കിംഗ് എന്ന് പറയും. ഈ ഫയർ വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയായിരിക്കും ഫയർ വാക്കിങ്. അതായത് കനൽ കത്തിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നടത്തുക. കനൽച്ചാട്ടം എന്ന് പറഞ്ഞ് പണ്ട് ഉത്സവങ്ങൾക്ക് ഒരു ചടങ്ങുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു കനൽച്ചാട്ടം നടത്തിയപ്പോൾ അബദ്ധവശാൽ ഒരു കുട്ടി അതിൽ കമന്ന് വീണുപോയി. അവൻ്റെ ദേഹം മുഴുവൻ പൊള്ളി. പക്ഷേ അത് പ്രിക്കോഷൻ എടുക്കാഞ്ഞുകൊണ്ട് പറ്റിയത്. ഒന്നിച്ച് ഒരു കൂട്ടമായിട്ട് അങ്ങനെ ആളുകൾ പോകാൻ പാടില്ല. ഒരാൾ തട്ടിയാൽ മതി, മറ്റേ ആൾ വീഴും. പക്ഷെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും ഈ കനൽച്ചാട്ടത്തിൽ അല്ലെങ്കിൽ ഈ കനലിൻ്റെ മേളിൽ കൂടെയുള്ള നടത്തത്തിൽ റിസ്ക് ഇല്ല. അതിനൊരു ടെക്നിക്കുണ്ട്. അതിൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് കനലിൻ്റെ മുകളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു 2-3 മീറ്റർ നടന്നാലും നമ്മുടെ കാല് പൊള്ളില്ല. പക്ഷെ നിൽക്കരുത്, നിന്ന് കഴിഞ്ഞാൽ പൊള്ളും. അതൊരു സയൻറ്റിഫിക് മെത്തേഡാണ്. അപ്പോൾ ഈ കനലിൽ നടക്കാൻ കുട്ടികൾക്ക് പേടിയായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ആദ്യം നടന്ന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് നിങ്ങളത് ഇങ്ങനെ ഒന്ന് കാലിൽ വെള്ളം മുക്കില്ലേലും കുഴപ്പമില്ല, പൊള്ളൂല, നിൽക്കാതിരുന്നാൽ മതി, നിൽക്കരുത്, നടന്നോണം. ഡേഞ്ചർ വീണ് കഴിഞ്ഞാൽ ഡേഞ്ചറാ, അല്ലെങ്കിൽ ഡേഞ്ചറില്ല. അതുപോലെ സ്ലോ പേസിലായാലും ഡേഞ്ചറാണ്. അങ്ങ് നടന്നോണം, നിൽക്കരുത്. ഒന്ന് ശങ്കിച്ച് നിന്ന് കഴിഞ്ഞാൽ കാല് പൊള്ളും, പഴുക്കും, ആ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ഭീതിയെ അകറ്റാനുള്ള ഒരു ട്രെയിനിങ് ആണ്, മനസ്സിലായല്ലേ?
അപ്പോൾ അതുപോലെ പണ്ടൊക്കെ വീടുകളിൽ ഭീതി അകറ്റാൻ വേണ്ടി അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒരുപാട് ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു. പക്ഷെ എന്നിട്ട് ഈ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കും. ഉദാഹരണത്തിന് ആന വരും, അല്ലെങ്കിൽ പ്രേതം വരും, അല്ലെങ്കിൽ യക്ഷി വരും എന്നൊക്കെ പറഞ്ഞൊരു കുട്ടിയെ പറഞ്ഞ് പേടിപ്പിക്കുകയാണെങ്കിൽ ഈ ഭയത്തിൻ്റെ അംശം അവനിലേക്ക് സംക്രമിക്കുകയാണ്. അവിടെയാണ് തെറ്റ്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ചെറുപ്പകാലം മുതലേ ഇപ്പം ഞാൻ പലരോടും പറയാറുണ്ട്, കുട്ടികളെ പേടിപ്പിക്കരുത്. എന്തോ ഒരു ഭാഗ്യത്തിന് എന്നെ എൻ്റെ അമ്മയും അച്ഛനും പേടിപ്പിച്ചിട്ടില്ല. ഞാൻ മുമ്പ് എനിക്ക് ഇവിടെ തന്നെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഞാൻ 8 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു മുറിയിലേക്ക് ഒറ്റയ്ക്ക് കിടന്ന മുമ്പ് ഇവിടെ പറഞ്ഞതാണ്. മുത്തശ്ശി മരിച്ച മുറിയിലേക്ക് ഒറ്റയ്ക്ക് മാറിക്കിടന്നു. അതെന്തുകൊണ്ട് ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആരും ചെറുപ്പത്തിൽ പേടിപ്പിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഇതിലൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് 8 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് പേടിച്ചു തുടങ്ങി. അപ്പോൾ ഏറ്റില്ല. കാരണം നമ്മൾ ആ അപ്ബ്രിങ്ങിങ്ങിൽ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി പാല് കുടിച്ചില്ലെങ്കിൽ ഇതാ യക്ഷി വരും, അല്ലെങ്കിൽ പോലീസ് വരും, അല്ലെങ്കിൽ നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ ഒരു പേര് പറയാറുണ്ട്, മറുത എന്ന് പറയും. ഇത് എന്താ മറുത എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ പല പേരുകളുണ്ട്. ഞങ്ങളുടെ അവിടെ പറയുന്ന 5 കണ്ണൻ പുലി എന്നാണ്. 5 കണ്ണൻ പുലി അല്ലേ? നമ്മളിപ്പോ ഇതിനെ ഇമാജിൻ ചെയ്യും. നമുക്ക് കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു ഇമാജിനറി ഒരു ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയമായിരിക്കുമല്ലോ. അപ്പൊ രാത്രിയൊക്കെ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഈ ചിന്തയാണ് 5 കണ്ണൻ പുലി എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ. ഈ പേടി ഇല്ലാതെ വളരുന്നവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുള്ളൂ. ഭയത്തിനുള്ളൊരു കുഴപ്പം അതാണ്. ഹിറ്റ്ലറുടെ ഒരു ആത്മകഥയുണ്ട്, മീൻ കാംഫ്. അതിനകത്ത് ഹിറ്റ്ലറുടെ അമ്മയെക്കുറിച്ച് ഹിറ്റ്ലർ പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, അമ്മ എന്നെ ഒരിക്കലും പേടിപ്പിച്ചിട്ടില്ല, പേടിയില്ലാതെ വളരാനാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പേടി എന്താണെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? ഒരു പേടിയില്ല. ഹിറ്റ്ലർക്ക് പേടിയില്ലാത്ത മനുഷ്യനായിരുന്നു. അങ്ങനെ അപൂർവമായിട്ട് ചരിത്രത്തിൻ്റെ ചില ഏടുകളിൽ ഈ ചരിത്രത്തെ മാറ്റിമറിച്ചവരൊക്കെ പേടിയില്ലാത്തവരായിരുന്നു. അവർക്ക് കാരണം എന്ത് ഇന്നോവേഷൻ നമ്മൾ ചെയ്യണമെങ്കിലും എന്ത് വെഞ്ചർ ടേക്കപ്പ് ചെയ്യണമെങ്കിലും നമുക്ക് പേടി ഉണ്ടായി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല. ഇനി പേടിയിൽ പരാജയ ഭീതിയും പേടി തന്നെയാണ്. ഞാനതിൽ ജയിക്കുമോ, ഞാനതിൽ തോക്കുമോ? അല്ലാതെ ഇപ്പോൾ ഈ ഇരുട്ടിനെ മാത്രമല്ല പേടി, ഭൂതപ്രേതാദികളെ മാത്രമല്ല പേടി, പരാജയ ഭീതി ഉണ്ടാകാം. അതുപോലെ ഇപ്പോൾ സാമ്പത്തികമായ ഇടപാടുകൾ നടത്താൻ ചിലർക്ക് പേടിയാണ്, എനിക്കിത് മതി, ഞാനിനി അതിൽ കൈവച്ചൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതും ഒരുതരം പേടിയാണ്. അപ്പോൾ പേടി വളരെ വ്യത്യസ്തമായ രീതികളിൽ ആളുകളുണ്ട്. ഇനി ഇതിനപ്പുറത്ത് തന്നെ വേറൊരു പേടിയുണ്ട്, അത് അഭിരാമിക്ക് അറിയുമെന്നറിയില്ല. ഈ ജെൻഡർ ഫിയർ ഉണ്ട്. അതായത് ചില സ്ത്രീകൾക്ക് പുരുഷന്മാരെ പേടിയാണ്, ചില പുരുഷന്മാർക്ക് സ്ത്രീകളെ പേടിയാണ്. അത് പക്ഷേ വ്യാപകമായിട്ട് അറിയപ്പെടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ചില സസ്യങ്ങളെ പേടിയുള്ളതുകൊണ്ട്, ചില ജന്തുക്കളെ പേടിയുള്ളതുകൊണ്ട്. അത് ഫോബിയ വരെയാണെങ്കിൽ കുഴപ്പമില്ല, അതിനെ വെറുക്കുന്നേ ഉള്ളൂ അത്. പക്ഷേ ഈ പേടി എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കാണുമ്പോൾ ഷോക്കായി പോകും. ഞാനൊരിക്കൽ ഒരു ലേഡി ബീച്ചിൽ തലയിറങ്ങി വീഴുന്ന കാണുകയുണ്ടായി. അപ്പോൾ ബീച്ചിൽ തലയിറങ്ങി വീഴുന്ന വെച്ചാൽ ഹൈഡ്രോഫോബിയ ആയിരിക്കും, വെള്ളത്തിനോടുള്ള പേടിയായിരിക്കും. പക്ഷേ അത് പേടിക്കപ്പുറം പോയി. ഇപ്പോൾ ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ദൂരെ മാറിയാൽ മതി. അപ്പോൾ ഹൈഡ്രോഫോബിയ ഒരു ഡിസീസ് തന്നെയാണ്. ഈ പട്ടിക്കൊക്കെ വരുന്ന ഇല്ലേ, ആ വരുമ്പോഴും ഈ പേടി വരും. വെള്ളത്തെ പേടിക്കുന്നതാണ് ആ രോഗം എന്ന് പറയുന്നത് തന്നെ. അത് മനുഷ്യനിലും ഉണ്ടാവും, ഒന്നുമില്ലെങ്കിലും. ഈ പട്ടി കടിക്കാതെ തന്നെ മനുഷ്യനിൽ പേടി വരാം വെള്ളത്തോട്. പക്ഷേ അവിടെ തലയിറങ്ങി വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഫോബിയ അല്ല, ഒരു ഫിയറിലേക്ക് അത് മാറി എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് പേടികൾ വരാറുണ്ട്. ഇനി ഇത് ഒന്നുമല്ലാതെ ചില ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് കൊണ്ട് ചില പേടി വരാറുണ്ട്. വൈദ്യശാസ്ത്രപരമായ കാര്യങ്ങൾ കൊണ്ട് പലർക്കും പേടി വരാറുണ്ട്. അതൊക്കെ പക്ഷേ മെഡിക്കലി ട്രീറ്റബിളാണ്. അതെന്താണ് കാരണമെന്ന് കണ്ടെത്തിയാൽ ഈ സൈക്കോളജിക്കലായിട്ട് വരുന്ന പേടി മാറ്റിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കൽ ഒരു ഈ സ്ത്രീകളെയും പെൺകുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സംഘടനയുടെ ഒരു സാരഥി പാലക്കാട്ട് വന്ന് പ്രസംഗിച്ച് പറയുണ്ടായി, ഈ ചെറുപ്പകാലത്ത് എന്തെങ്കിലും അക്രമത്തിനിരയായ പെൺകുട്ടികൾക്ക് ജീവിതകാലം മൊത്തം ഒരു ഷോക്ക് അവരുടെ മനസ്സിലുണ്ടാവും. അവർക്ക് താങ്ങാൻ കഴിയില്ല, അതൊരു പേടിയായിട്ട് അവരെ അതുകൊണ്ടൊരു നോർമൽ ലൈഫിലേക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറയണ്ടേ. അതും ഒരു തരം പേടി തന്നെയാണ്. ഇനി ചില കുട്ടികൾക്ക് ചെറുപ്പകാലത്ത്, ഇപ്പോൾ ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ എന്തെങ്കിലുമൊക്കെ ആഘാതം ഏറ്റിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചെകിട്ടത്തടി അല്ലെങ്കിൽ തലക്കിട്ടടി അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പലതിൻ്റെ കൂടെ അടുത്ത് പോയി കഴിയും, മനുഷ്യരോട് അടുത്ത് ഇടപഴകാൻ പേടി വരാറുണ്ട്. അത് ഫോബിയല്ല, അത് ഫിയർ തന്നെയാണ്. അപ്പോൾ പേടി ബഹുമുഖമായതാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ പേടി ഇത്തിരി മാറ്റിവെച്ചേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. കാരണം നമുക്ക് പേടി നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി വരുംതോറും നമ്മുടെ വെഞ്ചർ ഇഫക്റ്റ് കുറയും. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാനുള്ള സാധ്യത
വല്ലാതെ കുറയും. തീർച്ചയായിട്ടും. പിന്നെ നമുക്കൊരു സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഭയഭക്തി ബഹുമാനത്തോടെ ജീവിക്കുക എന്നുള്ളത്. അതിലും ആദ്യം വരുന്നത് ഭയം എന്നൊരു വാക്കാണ്. അപ്പോൾ അതേക്കുറിച്ച് എന്താണ് സാർ അഭിപ്രായം? ഈ ഭയഭക്തി ബഹുമാനം എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ കോൺസെപ്റ്റാണ്. അത് തന്നെ തെറ്റാണ് സത്യത്തിൽ. ഭക്തിയും ബഹുമാനവും ഒക്കെ ആകാം. ഈ ഭക്തിയും തെറ്റാണ് സത്യത്തിൽ. കാരണം ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫിനെ മറ്റൊന്നിൻ്റെ മുന്നിൽ അടിയറ വെക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ പറയാറുണ്ട് ശിഷ്യന്മാർ അവരുടെ വ്യക്തിത്വത്തെ ഗുരുവിൻ്റെ മുന്നിൽ അടിയറ വെക്കാമെന്ന്. അതും തെറ്റാണ്. അടിയറ വെക്കല്ല വേണ്ട. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നല്ലത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് സ്വീകരിക്കുകയാണ് വേണ്ട. അല്ലാതെ നമ്മുടെ സെൽഫിനെ ഇല്ലാതാക്കുകയല്ല ഒരു ലേണിങ്ങിൻ്റെ പാർട്ട്. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സെൽഫിനെ ഇവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്വത്വമായിട്ടുള്ള നമ്മുടെ സ്വായത്തമായിട്ടുള്ള കഴിവുകളെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഭയന്നുകൊണ്ടാകരുത്. അപ്പോൾ പണ്ടൊക്കെ കുട്ടികളെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഭയപ്പെടുത്തിയായിരുന്നു. നല്ല നീണ്ട ചൂരൽ വെക്കും. എന്ന് മാത്രമല്ല, അതിനു മുമ്പ് മാരകായുധങ്ങൾ വരെ ചട്ടുകം പഠിപ്പിച്ചു വെച്ച് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള അച്ഛനന്മാരുണ്ട്. ദേഹത്ത് ചൂടി ചട്ടുകം പഠിപ്പിച്ചു വെച്ചിട്ട് അപ്പോൾ ഒരു ഭീതിയുടെ എൻവയറമെൻ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് റിട്ടാലിയേറ്റ് ചെയ്യും. ഈ ഭീതി പിന്നീട് ഇവർക്ക് തിരിച്ചു കിട്ടും. ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. അച്ഛനും അമ്മയും മക്കളെ അനാവശ്യമായിട്ട് തല്ലിക്കഴിഞ്ഞാൽ ഈ മക്കൾ വയസ്സാവുമ്പോൾ അച്ഛനും അമ്മയും എഴുന്നേക്കാൻ വയ്യാത്ത കാലമാകുമ്പോൾ തിരിച്ച് തല്ല് കിട്ടില്ല എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ലാന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഭയം കൊണ്ട് നമ്മൾ എന്തിനെയൊക്കെ നിയന്ത്രിക്കാൻ നോക്കിയാലും അത് പരാജയമാവും. അത് വ്യക്തി ജീവിതത്തിലാകട്ടെ സാമൂഹ്യ ജീവിതത്തിലാകട്ടെ. ഇപ്പോൾ ചൂരിൽ വെച്ച് അടിച്ച് കൈ ഒടിച്ചിരിക്കുന്ന ഒരു അധ്യാപനം ഏതെങ്കിലും കുട്ടി ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇഷ്ടപ്പെടില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് മാത്രമല്ല ഒരു ബഹുമാനം നമുക്ക് ഉണ്ടാവില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്നെ LP സ്കൂളിൽ പഠിപ്പിച്ച LP സ്കൂളിൽ ഞാൻ പോവുകയുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ LP സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ഒരേ ഒരു ടീച്ചറെ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ. ഞാൻ ആ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് നേരെ ടീച്ചറിൻ്റെ വീട്ടിൽ പോയി അരമണിക്കൂർ ടീച്ചറിനോട് സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോയത്. അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഈ സ്കൂളിൽ ഒരധ്യാപകരും എന്നെ അടിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് അന്ന് അടി കൊടുക്കുമായിരുന്നു പലർക്കും. എന്തുകൊണ്ടോ ഞാനതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയെന്നുള്ളൂ. പക്ഷെ അന്ന് അടി കിട്ടിയവരുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ എന്നും അത് മുറിപ്പാടാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അടിച്ചു വളരാത്ത കുട്ടിയും അടച്ചു വേവാത്ത കറിയും നല്ലതാവില്ല എന്നൊക്കെ പറയാറുണ്ട്. അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അടിച്ചല്ല കുട്ടികളെ തീർച്ചയായിട്ടും. അതുകൊണ്ട് അടിച്ചല്ല അവരെ നന്നാക്കേണ്ടത്. ഭയത്തിലൂടെ അല്ല വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കേണ്ടത്. അത് സ്നേഹത്തിലൂടെ തന്നെ വേണം. അപ്പോൾ ഭയഭക്തി ബഹുമാനം വലിയ കാര്യമില്ല, ഒരു കാര്യമില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഭയം എന്നുള്ളത് ഇങ്ങനെ തലമുറയായിട്ട് കൈമാറിക്കൊണ്ടുവരുന്ന ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ സാർ? അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ ഫിയർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് CAA വന്നപ്പോൾ ചില സമുദായങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പേടി കണ്ടു ഞാൻ. ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോകണോ? ഒരുപക്ഷെ ഭയപ്പെടാനുള്ള കാരണങ്ങൾ അതിലുണ്ടാകണമെന്നില്ല, പക്ഷേ അത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അത്ര ശക്തമായിട്ട്. അപ്പോൾ ഇതൊരു സോഷ്യൽ ഫിയറിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രയേൽ പാലസ്റ്റൈൻ വാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ ഇസ്രയേലിൻ്റെ അധിനിവേശം ഓൾമോസ്റ്റ് പൂർണ്ണമാണ്. അപ്പോൾ ആ ഗാസ മുനമ്പിലുള്ള മുസ്ലിംസിൻ്റെ ഇപ്പോഴത്തെ ഭയം എന്ന് പറഞ്ഞാൽ അവർ ഇല്ലാതാക്കപ്പെടുമോ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സോഷ്യൽ ഫിയേഴ്സ് വരാറുണ്ട്, പല സമയത്തും ഉണ്ടാകാറുണ്ട്. ഇനി വിത്തിൻ ദ കൺട്രി തന്നെ ഇങ്ങനെയുള്ള ഫിയേഴ്സ് ഉണ്ടാകാറുണ്ട്. ഇപ്പം മ്യാൻമറിൽ റോഹിംഗ്യൻസ് ഫേസ് ചെയ്യുന്നതാണ്. അവർ ഡിവാസ്റ്റേറ്റ് ചെയ്യപ്പെടുമോ? അവർ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കപ്പെടുമോ? അപ്പോൾ ആ സോഷ്യൽ ഫിയേഴ്സിൽ ഇത് ജർമ്മനിയിൽ പണ്ട് നടന്നു. 80 ലക്ഷത്തോളം ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നില്ലേ? അപ്പം അതൊരു സോഷ്യൽ ഡിവാസ്റ്റേഷൻ തിയറി പോലെ അങ്ങനെ നിൽക്കുകയാണ്. ആളുകളെ കൊല്ലുക, ഇല്ലാതാക്കുക, വംശോന്മൂലനം, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു തരത്തിലുള്ള ഫിയർ തന്നെയാണ്. അതെ തീർച്ചയായിട്ടും. അത് എക്സിസ്റ്റൻസിനെ ഭയക്കുന്ന ഒരു സംഗതിയാണ്. ശരിക്കും ഈ നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് ഈ ഭയം എന്നുള്ളത് ഒരു റോള് വഹിക്കുന്നുണ്ടല്ലേ സാർ? അതിനെക്കുറിച്ച് ഒരു കാര്യം വ്യക്തമാണ്: ഏത് മേഖല എടുത്താലും അവിടെ മുകളിലേക്ക് എത്തുന്നവർ ഭയമില്ലാത്തവരാണ്. ഭയമുള്ളവർ മെച്ചപ്പെടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ താരതമ്യം കുറവാണ്. ഇപ്പോൾ രണ്ടുപേരെ എടുക്കുക, ഒരാളിന് ഭയമില്ല, ഒരാളിന് ഭയമുണ്ടെങ്കിൽ ഈ ഭയമില്ലാത്ത ആൾ കയറുന്ന പടവുകളൊന്നും ഈ ഭയക്കുന്ന ആൾ കയറില്ല. കാരണം ഈ ഭയമില്ലാത്തവർക്ക്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, ഭയമില്ലാത്തവനെ ആർക്കും ഭയപ്പെടുത്താൻ കഴിയില്ല. അവന് മാത്രമേ ഭയപ്പെടുത്താൻ കഴിയുള്ളൂ. പക്ഷേ അതിലൊരു റിസ്ക് ഉണ്ട്. ഭയം, ഇപ്പോൾ ഒന്നിനെയും ഭയമില്ലെങ്കിൽ അവന് സ്വന്തമായ ഒരു സാൻമാർഗിക ബോധം വേണം. തെറ്റേത് ശരിയേതെന്നറിയാനുള്ളൊരു ബോധം വേണം. അല്ലെങ്കിൽ അവനെന്തെങ്കിലും ഭയം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ദൈവഭയം ഒരളവ് വരെ നല്ലതാണ്. കാരണം നല്ലൊരു പങ്ക് ആളുകൾക്ക് സ്വയം
നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ ദൈവഭയം അവർക്കുണ്ടെങ്കിൽ നല്ലതാണ്. മറിച്ച് നല്ലൊരു പങ്ക് ആളുകൾക്ക്, വേറൊരു ശതമാനം ആളുകൾക്ക് ഇതിനെ തിരിച്ചറിയാൻ കഴിയും. അവർക്കൊരു ഭയവും ആവശ്യമില്ല. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഭയമില്ലാത്തവർക്ക് മുന്നേറാൻ പറ്റുന്ന നിരക്കിൽ ഭയമുള്ളവർക്ക് ഒരിക്കലും മുന്നേറാൻ കഴിയില്ല. അതാണ് അതിൻ്റെ കാര്യം. ഇനി ഭയമില്ലാത്തവരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതിന് ചെറുപ്പകാലം മുതൽ ട്രെയിനിങ് വേണം. നമ്മളിൽ നമ്മുടെ ലിബിഡോ, നമ്മുടെ ആ ഒരു സ്വഭാവ വൈശേഷ്യങ്ങൾ അത് നമുക്കായിട്ട് മാത്രം ഉണ്ടാകുന്നതല്ല. അതിൽ ജന്മാന്തരങ്ങളുടെ ഒരു ഘടകമുണ്ട്, ജെനറ്റിക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ രൂപം, എൻ്റെ ചിന്തകൾ, എൻ്റെ ഹോർമോണൊക്കെ എൻ്റെ കഴിഞ്ഞ തലമുറയിൽ കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതൊന്ന്. രണ്ടാമത്, നമ്മൾ ജനിച്ചു വന്ന എൻവയറമെൻറ്റ് നമ്മളെങ്ങനെ ജീവിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മോഗ്ലിയുടെ കഥ കേട്ടിട്ടുണ്ടാവും. കാട്ടിലാണ് പിറന്നത്, കാട്ടിൽ തന്നെ ജീവിക്കുന്നു, അപ്പം വന്യമൃഗങ്ങളെ പേടിയില്ല. ഇതാണ് നമ്മുടെ ലിവിങ് എൻവയറമെൻ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത. അത് നമ്മളും സ്വാധീനമുണ്ട്. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, ഇപ്പോൾ ഞാൻ വളർന്നു വന്ന ഒരു നാട്ടിൻ പുറത്താണ്. അവിടെ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ അവർ കടപ്പുറത്തുനിന്ന് വരുന്ന കുട്ടികളാണ്. കടപ്പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് അവർ ഈ പങ്കായ എടുത്ത് അടിക്കുന്ന ആളുകളാണ്. അപ്പോൾ അക്രമം അവർക്കൊരു പുതുമയല്ല. അപ്പോൾ ഇവർ സ്കൂളിൽ വന്നു കഴിഞ്ഞാലും അക്രമം ചെയ്യും. പക്ഷേ ആവശ്യമില്ലാതെ അവർ നമ്മളോടൊന്നും ചെയ്യില്ല, അവർ തമ്മിൽ അക്രമം കാണിക്കും. അപ്പോൾ അതൊക്കെ കണ്ടു വളർന്നുകൊണ്ട് അക്രമത്തോട് എനിക്ക് ഭയമില്ലാതെ. പലപ്പോഴും ആളുകൾക്ക് ഈ ആളുകൾ തമ്മിൽ തല്ലുന്നത്, വെട്ടുന്നതും കുത്തുന്നതൊക്കെ കാണുമ്പോൾ പേടിയുണ്ടാവും. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് എനിക്കതിലൊരു പേടിയില്ലാതായി. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വെട്ടുകയും കുത്തുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്നവരെ പിടിച്ചു മാറ്റി എവിടെയെങ്കിലും കൊണ്ടിടുന്നതിൻ്റെ ഒരു പണിയായിരുന്നു. കാരണം അതിനൊരു ഭയം സ്വാഭാവികമായിട്ട് ഇല്ലാതായി. പക്ഷേ ചിലർക്ക് അങ്ങനെയല്ല. ആളുകൾ രണ്ട് തല്ലുകയോ അല്ലെങ്കിൽ ഒന്ന് കത്തിയെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഭയന്നു പോകും. അത് നമ്മൾ കാണുന്ന, ചിലപ്പോൾ അത് കണ്ടു നിൽക്കുന്നവരുടെ ഉള്ളിൽ പോലും ഭയം ഉണ്ടാവും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമുക്ക് കിട്ടുന്ന അപ്ബ്രിങ്ങിങ്, നമ്മുടെ രക്ഷിതാക്കൾ നമ്മൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഭയം ഉണ്ടാകുന്നതും ഉണ്ടാകാതിരിക്കുന്നതും അവന് നമ്മൾ ചെറുപ്പത്തിൽ കൊടുക്കുന്ന എൻവയറമെൻറ്റ് കൊണ്ടാണ്. ഒരു 5-8 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവൻ സെൽഫ് മോൾഡഡ് ആവും. അതുവരെ ഭയപ്പെടുത്തി ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം തെറ്റാണ്. രക്ഷിതാക്കൾ അത് മനസ്സിലാക്കണം. അതെ, തീർച്ചയായിട്ടും. ഇനി ലാസ്റ്റ്, സമയം കഴിയാറായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ചോദിക്കാനുള്ളത്, ഭയം എന്നുള്ളത് നമുക്ക് ഒത്തിരി ഇമോഷൻസ് ഉണ്ട്, പക്ഷെ അതിൽ ഏറ്റവും പ്രാകൃതമായിട്ടുള്ളൊരു ഇമോഷനാണോ ഈ ഭയം എന്നുള്ളത്? നമുക്ക് എളുപ്പത്തിൽ ഓവർകം ചെയ്യാൻ പറ്റുമോ? അതായത് മറ്റ് ഇമോഷൻസൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മളിലേക്ക് ആ ഇമോഷൻസ് വരിക. മനസ്സിലായില്ലേ? ഭയത്തിനുള്ളൊരു പ്രത്യേകത, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാതെ തന്നെ ആ ഇമോഷൻ വന്നു പോകും. അത് അപ്രതീക്ഷിതമായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ എത്ര ധൈര്യശാലിയാണെങ്കിലും പെട്ടെന്ന് ചില സമയങ്ങളിൽ, ചില സംഭവങ്ങളിൽ നമുക്ക് സമനില തെറ്റാം. അത് ആ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൻ്റെ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടോ വരുന്നതാണ്. അപ്പോൾ ഭയത്തിനുള്ള ഒരു അപകടവും അത് തന്നെയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു ഷോക്ക് വന്നിട്ട് പിന്നെ ബോധം തെളിയാത്ത ആളുകൾ എത്രയോ ഉണ്ടായിട്ടുണ്ടെന്നറിയോ? അവർക്കൊരു പക്ഷേ നാച്ചുറലായിട്ട് പേടിയുണ്ടായിട്ടാകണമെന്നില്ല, പെട്ടെന്ന് ആ സമയത്ത് ആ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയതുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഭയം വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ കോഴിയും ആടുമാടുകളൊക്കെ അറക്കുമ്പോൾ തന്നെ പറയാറുണ്ട്, ഒന്നിനെ കൊല്ലുന്നത് മറ്റൊന്നിനെ കാണിക്കരുതെന്ന്. എന്താ കാരണം? ഒരു കോഴിയെ കൊല്ലുന്നത് മറ്റൊരു കോഴി കണ്ടു കഴിഞ്ഞാൽ ആ കോഴിയുടെ ഉള്ളിലും ഫിയർ ഹോർമോൺസ് വരികയാണ്. അപ്പോൾ അത് വിഷമായി മാറുകയാണ്. അതുകൊണ്ടാണ് ഈ അറിവ് കാണിക്കുന്നത്. പക്ഷെ പലയിടത്തും ഇപ്പോൾ അങ്ങനെയില്ല. പല പരിഷ്കൃത രാജ്യങ്ങളിലും കൊല്ലുന്ന കോഴികളെ ഒരിക്കലും മറ്റു കോഴികളെ കാണിക്കാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വെട്ടി മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ടാവും, ഒരെണ്ണത്തിനെ കൊല്ലുന്ന അടുത്ത കാണും. അതുണ്ടാകാറുണ്ട്. അത് പാടില്ല എന്നാണ് പറയുന്നത്. എല്ലാ അറവുശാലകൾക്കും ആ നിയമം. കാരണം കൊല്ലുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ശരീരത്ത് വിഷം ഉണ്ടാക്കരുത്, ഇതാണ് പറയാറ്. അപ്പം ഭയത്തെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഒരു എഫർട്ട് നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മൾ ജനിച്ചു വളരുന്ന കണ്ടീഷനാണ് അതിൽ പ്രധാനം. അതെ, തീർച്ചയായിട്ടും. എനിവേ, ഇതൊരു പ്രാകൃതമായിട്ടുള്ളൊരു ഇമോഷനാണ്, പക്ഷേ എല്ലാം നമ്മുടെ കൺട്രോളിലാണെന്നുള്ളതാണ് അല്ലേ? ഇപ്പം മനസ്സുൾപ്പെടെ നമ്മുടെ ഒരു കൺട്രോളിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഇത് കേൾക്കുന്ന രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, കുട്ടികളിൽ ഒരിക്കലും അനാവശ്യമായിട്ടുള്ള ഭയം, ഭീതി അത് വളർത്താതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വലിയ മെസ്സേജ് കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റേസ് ടു സക്സസ്, ഭയത്തെക്കുറിച്ചുള്ള റേസ് ടു സക്സസിൻ്റെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും സമയം ഭയവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാറിന് ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. താങ്ക് യു സോ മച്ച്.